മാസ്റ്റർ കീ അക്കാഡമിയുടെ ഇംഗ്ലീഷ് പ്രീവിയസ് ചലഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും അതുപോലെ തന്നെ 10th മെയിൻസ് എക്സാമുകൾക്കും അതുപോലെ തന്നെ +2 മെയിൻസ് എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഇതുവരെയും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളിതാ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മളുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും അതുപോലെ തന്നെ +2 ലെവൽ എക്സാമുകൾക്കും അതുപോലെ തന്നെ നമ്മളുടെ 10th ലെവൽ എക്സാമുകൾക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ട് നോക്കുക. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, അസിസ്റ്റന്റ് ഗ്രേഡും അതുപോലെ തന്നെ LDC ലെവലും അതുപോലെ തന്നെ 10th ലെവലും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പറയുന്ന ക്വസ്റ്റ്യൻ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു 15 തവണ എങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ 15 തവണയെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ദായി കിടക്കുന്നത്. ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡിന്റ് വിൻ ദ എലക്ഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ മാത്രമല്ല, അതേ ടൈപ്പിലുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിച്ചു. അതുമായി കണക്ട് ചെയ്തുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡിന്റ് വിൻ ദ ഇലക്ഷൻ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പൊ അവിടെ തന്നേക്കുന്ന ഓപ്ഷൻ എ നോക്കുക. ഓപ്ഷൻ എ തന്നേക്കുന്നത് ദോ എന്ന് തന്നു. ഓപ്ഷൻ ബി തന്നേക്കുന്നത് ഓൾദോ എന്ന് തന്നു. ഓപ്ഷൻ സി തന്നേക്കുന്നത് ഡെസ്പൈറ്റ് ഓഫ് എന്ന് തന്നു. ഓപ്ഷൻ ഡി തന്നേക്കുന്നു ഇൻസ്പൈറ്റ് ഓഫ് എന്നാണ് തന്നേക്കുന്നത്. അപ്പം ഈ 4 ഓപ്ഷനും കണ്ടു. ഇനി രണ്ടാമതായിട്ട് ഇത് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2009 ചോദിച്ചു. അത് കഴിഞ്ഞ് 2018 ചോദിച്ച 2 ക്വസ്റ്റ്യനുകളായിരുന്നു ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കോളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡാഷ് ഹി വാസ് ഓൾഡ് ഹി ഫോർട്ട് എന്താണ് കറേജിയസ്ലി എന്നാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ഹി വാസ് ഓൾഡ് ഹി ഫോർട്ട് കറേജിയസ്ലി എന്ന് തന്നേക്കുന്നു. ഇവിടുത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, ദോ, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് ഓഫ്, ബിക്കോസ് ഓഫ്. സിവിൽ എക്സൈസ് ഓഫീസർക്ക് ചോദിച്ചതാണ്. അപ്പം 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ കണ്ടുപിടിക്കണം. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. ഏറ്റവും എല്ലാരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു പാർട്ടായിരുന്നു ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും. എന്താണ് ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും? അപ്പൊ അത് നമ്മൾ പഠിക്കുമ്പം നന്നായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ് ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റ് ഓഫും. എന്നാൽ PSC പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അതിന്റെ ടെക്നിക്ക് മാത്രം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉറപ്പായിട്ടും 1 മാർക്ക് നമുക്ക് ഈ മേഖലയിൽ നിന്ന് മേടിക്കാൻ കഴിയും. അപ്പൊ അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് പഠിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റൂളുകളുണ്ട്. എന്നാൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇത്രയും കേസുകളേ ഉള്ളൂ. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ റൂൾ അങ്ങ് നമ്മൾ പഠിച്ചു വെക്കുന്നു. അപ്പോൾ പഠിച്ചു വെക്കേണ്ടത് ഇത്രയും കേസേ ഉള്ളൂ, ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്. ഡെസ്പൈറ്റ് ഓഫ് ഇല്ല. ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫിന് തുല്യമാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും അല്ലെങ്കിൽ എന്നിരുന്നാലും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്, ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും അതുപോലെ തന്നെ ദോ, ഓൾദോ, ഈവൻ ദോ. ഈ പറയുന്ന 4 ഓപ്ഷനിലും ഉള്ളത് ആ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അല്ലെ. ആദ്യത്തെ ഓപ്ഷനകത്ത് നിങ്ങൾ നോക്കിയപ്പോൾ ദോ ഉണ്ട്, ഓൾദോ ഉണ്ട്, ഡെസ്പൈറ്റ് ഓഫ് ഉണ്ട്, അല്ല ഇൻസ്പൈറ്റ് ഓഫ് ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷനിൽ നോക്കിയപ്പോൾ ദോ ഉണ്ട്, ഇൻസ്പൈറ്റ് ഓഫ് ഉണ്ട്, ഡെസ്പൈറ്റ് ഓഫ് ഉണ്ട്, ബിക്കോസ് ഓഫ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ നമുക്ക് വേണമെങ്കിൽ പറയാം കൺജങ്ഷൻ പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 2 സെന്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ദോയും ഓൾദോയും ഈവൻ ദോയും ഒക്കെ പറയുമ്പോൾ. പക്ഷേ ഇവിടെ പറയുമ്പോൾ ഇതിന്റെ അർത്ഥം ഈ പറയുന്ന 5 വാക്കുകളുടെയും അർത്ഥം എന്നിട്ടും എന്നിരുന്നാലും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും വന്നു കഴിഞ്ഞാൽ ഡെസ്പൈറ്റിന്റെ കൂടെ എന്തില്ല, ഓഫ് ഇല്ല. ഡെസ്പൈറ്റിന്റെ കൂടെ എന്തില്ല, ഓഫ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് വന്നാൽ തൊട്ടടുത്തതായിട്ട് വരേണ്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നൗൺ വരണം, ഒന്നുകിൽ എന്ത് വരണം, നൗൺ വരണം. എല്ലാത്തിന്റെ അർത്ഥം അറിയാം, എന്നിട്ടും എന്നിരുന്നാലും എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ പറയുന്ന 5 വാക്കുകളും ഉപയോഗിക്കുന്നത്. എന്നാൽ ആദ്യത്തെ 2 കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓർത്തു വെച്ചേക്കുക, ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് കഴിഞ്ഞാൽ
PSC എക്സാമിന് ചോദിക്കുമ്പോൾ PSC എക്സാമിന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥി ഇങ്ങനെ മാത്രം പഠിച്ചു വെച്ചേക്കുക, നൗൺ അല്ലെങ്കിൽ അടുത്തതായിട്ട് വരേണ്ടത് എന്താണ്? നൗൺ അല്ലെങ്കിൽ ആര് വരണം? വെർബിന്റെ ing വരണം. ഡാഷ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ PSC, ഇതുവരെയും ചോദിച്ചിട്ടുള്ളത് ഇങ്ങനാണ്. അങ്ങനാണെങ്കിൽ ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഓഫ് കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് വരേണ്ടത് ഒന്നിൽ നൗൺ അല്ലെങ്കിൽ എന്താണ്? വെർബിന്റെ ing. ഒന്നിൽ എന്താണ്? നൗൺ അല്ലെങ്കിൽ എന്താണ്? വെർബിന്റെ ing. ഇതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കുക, ദോ, ഓൾദോ, ഈവൻ ദോ. ദോ, ഓൾദോ, ഈവൻ ദോ. ഈ പറയുന്ന ആൾക്കാർ ഇതെല്ലാം സെയിം ആണ്, ദോയും ഓൾദോയും ഈവൻ ദോയും എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ ദോയോ ഈവൻ ദോയോ ഓൾ ദോയോ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്നിട്ടും എന്നിരുന്നാലും എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവര് വരികയാണെങ്കിൽ ആദ്യം വരേണ്ടത് അവര് വന്നു, അതിനുശേഷം വരേണ്ടത് എന്തായിരിക്കണം? സബ്ജക്റ്റ് ആയിരിക്കണം. പ്ലസ് അതിനുശേഷം വരേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുശേഷം വരണം എന്ത്? വെർബ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എക്സാമിന് ചോദിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഡൈ ഉൾപ്പെടെയുള്ള നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഡൈയുടെ ചോദിച്ചു, അതുപോലെ ഇഫ് ക്ലോസ് ചോദിച്ചു. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസുകൾ നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നും ഈ കഴിഞ്ഞ പരീക്ഷകൾക്കെല്ലാം ചോദിച്ചതാണ്. നിങ്ങൾ നോക്കിയാൽ മതി ക്വസ്റ്റ്യനുകളെല്ലാം. ആ ക്വസ്റ്റ്യനുകളിലൊക്കെ തന്നെയും മിക്ക ക്വസ്റ്റ്യനുകളും ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ചലഞ്ചുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ് ചലഞ്ച് മാത്രമേ പറയുന്നുള്ളൂ, പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമാണ് ആ ചലഞ്ചിൽ പറഞ്ഞിട്ടുള്ളത്. ആ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒത്തിരിയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അടുത്ത എക്സാമുകൾക്കും ഇതിൽ നിന്നുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് കഴിഞ്ഞാൽ വരേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നിൽ നൗൺ അല്ലെങ്കിൽ എന്ത് വരണം? വെർബിന്റെ ing. രണ്ടാമത്തത് നോക്കുക, ദോ, ഓൾദോ, ഈവൻ ദോ. ഇവര് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തതായിട്ട് വരേണ്ടത് എന്തായിരിക്കണം? സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഓക്കെ, ഇനിയിപ്പോൾ എളുപ്പമായി ആൻസർ കണ്ടുപിടിക്കാൻ ദാ നിങ്ങൾ നേരെ പോയി ദാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി he didn't win the election. നോക്കിയപ്പം ഡാഷ് കഴിഞ്ഞിട്ടുള്ള വാക്ക് നോക്കി, ഡാഷ് കഴിഞ്ഞിട്ടുള്ളത് നൗൺ ആണെങ്കിലോ വെർബിന്റെ ing ആണെങ്കിലോ അവിടെ വരേണ്ടത് ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ്. ഡാഷ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് ആണെങ്കിൽ അവിടെ വരേണ്ടത് എന്തായിരിക്കും? ദോ, ഓൾദോ അല്ലെങ്കിൽ ഈവൻ ദോ. അങ്ങനെയാണെങ്കിൽ ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി, ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി എന്നാ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായി, പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ആ വാക്ക് വന്നപ്പോൾ മനസ്സിലായി ആള് എന്തുമായി ബന്ധപ്പെട്ടാ വന്നേക്കുന്നത്? നൗണുമായിട്ടാണ് ബന്ധപ്പെട്ട് വന്നേക്കുന്നത്. അപ്പോൾ നൗൺ ആണെങ്കിലോ വെർബിന്റെ ing ആണെങ്കിലോ അവിടെ ഉപയോഗിക്കേണ്ടത് ഒന്നിൽ എന്താണ്? ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ എന്താണ്? ഡെസ്പൈറ്റ്. ഡെസ്പൈറ്റിനോടൊപ്പം എന്ത് വരത്തില്ല? ഓഫ് വരത്തില്ല. കറക്ഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഡെസ്പൈറ്റ് ഓഫ് എന്നും പറഞ്ഞ് സ്പോട്ട് ദ എറർ തന്നിട്ടുണ്ട്. ഓർത്തു വെച്ചേക്കുക, ഇൻസ്പൈറ്റ് ഓഫിന് തുല്യം തന്നെയാണ് ആരെന്ന് പറയുന്നത്? ഡെസ്പൈറ്റ് എന്ന് പറയുന്നത്. ഡെസ്പൈറ്റിനോടൊപ്പം എന്തില്ല? ഓഫ് ഇല്ല. അപ്പം ഇവിടെ നിങ്ങൾ ആൻസർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിലൊരു നൗണിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഒന്നിൽ ഒരു നൗൺ അല്ലെങ്കിൽ വെർബിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് ഓഫ് ഡെസ്പൈറ്റ് എന്ന് പറയും. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. ഇവിടുത്തെ ആൻസർ എന്ത് വരുമെന്ന് ചോദിച്ചാൽ ദോ വരത്തില്ല, ഓൾ ദോ വരത്തില്ല, പിന്നെന്താണ്? ഡെസ്പൈറ്റ് ഓഫ്. ഡെസ്പൈറ്റ് ഓഫ് പറയുവോ? ഇല്ല, ഓഫ് വേണ്ട. അങ്ങനെയാണെങ്കിൽ അതും തെറ്റാണ്. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ്. ഓക്കെ, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടല്ലോ. ഇതിൽ നിന്നും ഒരു എന്താണ് 16 ക്വസ്റ്റ്യൻസ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓർത്ത് വെച്ച് ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും മാത്രമായിട്ടാണ് പറഞ്ഞത്. പിന്നെ അഡീഷണൽ ആണ് ഏതെന്ന് പറയുന്നത് ദോയും ഓൾ ദോയും ഈവൻ ദോയും. മൂന്നിന്റെയും അർത്ഥം ഒരേ രീതി തന്നെയാണ്, 3 അല്ല 5ന്റെയും അർത്ഥം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ഡാഷ് ഹി വാസ് ഓൾഡ്, he fought എന്താണ്? courageously എന്നാണ് വന്നേക്കുന്നത്. ഡാഷ് he was old, he fought courageously.
അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയ 4 ഓപ്ഷൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ദോ, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് ഓഫ്, ബിക്കോസ് ഓഫ്. അപ്പോഴേ നമ്മൾ നേരെ പോകേണ്ടത് നമ്മൾ നോക്കി ഡാഷ് കഴിഞ്ഞിട്ട് എന്ത് നൗൺ ആണോ, വെർബിന്റെ ING ആണോ, അതോ സബ്ജക്റ്റ് ആണോ, അതോ വെർബാണോ എന്ന് നോക്കുക. നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഹി എന്ന് പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി സബ്ജക്റ്റ് ആണ്. വാസ് എന്ന് പറയുന്ന ആൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബാണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് വന്നാൽ ഉറപ്പിച്ചോളൂ, ഒന്നിൽ ദോ, അല്ലെങ്കിൽ ഓൾ ദോ, അല്ലെങ്കിൽ എന്തുവാ ഈവൻ ദോ. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ എന്തൊക്കെ അല്ല എന്ന് മനസ്സിലായി. ഡെസ്പൈറ്റ് ഓഫ് അല്ല, ഇൻസ്പൈറ്റ് ഓഫ് അല്ല, ഡെസ്പൈറ്റ് ഓഫ് എന്ന് ഒരിക്കലും പറയത്തില്ല, അത് തെറ്റാണ്. അപ്പോൾ ആ 2 ഓപ്ഷൻ പോയി. പിന്നെ ഉള്ളത് എന്താണ്? ബിക്കോസ് ഓഫ്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി, ഓഫ് കിട്ടാൻ വേണ്ടിയാണ് ബിക്കോസ് ഓഫ് എന്ന് തന്നേക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യനും അങ്ങനെ എല്ലാത്തിനും പ്രിപ്പോസിഷൻ തന്നു. അപ്പം ബിക്കോസ് ഓഫ് അല്ല. അപ്പം നമുക്ക് അവിടെ ആൻസർ കിട്ടി. എന്താണ്? നമുക്ക് മനസ്സിലായി സബ്ജക്റ്റ് പ്ലസ് വെർബിൽ തുടങ്ങി. അതുകൊണ്ട് അവിടുത്തെ ആൻസർ ദോ. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഡെസ്പൈറ്റ് ഓഫും എന്താണ്, സോറി, ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും വന്നാൽ തൊട്ടടുത്തതായിട്ട് വരേണ്ടത് നൗൺ അല്ലെങ്കിൽ എന്താണ്, വെർബിന്റെ ING. പലരും പഠിച്ചു വെച്ചിട്ടുള്ളത് നൗണ് മാത്രമാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ PSC പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് എന്താണ്, ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തതായിട്ട് എന്ത് വന്നാൽ, ING വന്നാലും അവിടെ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? ഡെസ്പൈറ്റ് അല്ലെങ്കിൽ എന്താണ്, ഇൻസ്പൈറ്റ് ഓഫ് ആയിരിക്കണം. രണ്ടാമത്തത് അറിയാം, ദോയോ, ഓൾ ദോയോ, ഈവൻ ദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡാഷ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരൊക്കെ ആയിരിക്കും? സബ്ജക്റ്റ് പ്ലസ് വെർബ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് വന്നാൽ ആര് വരും? ദോ, ഓൾ ദോ, ഈവൻ ദോ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കണം. നൗണ് മാത്രമെന്നാണ് പലരും പഠിച്ചു വെച്ചേക്കുന്നത്. നൗണ് മാത്രമല്ല, എന്താണ്, വെർബിന്റെ ING വന്നാലും അവിടെ ഉപയോഗിക്കേണ്ടത് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ നമുക്ക് നോക്കാം. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ചെയ്തു. പലരും പറയും എന്താണ്, ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നില്ല എന്ന്. നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ എന്താണ്, നമ്മൾ ടിപ്പ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താണ് ഇംഗ്ലീഷിനകത്ത് മുന്നേറാൻ കഴിയത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്താണ്, INGയുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞത് ING തുടങ്ങുന്ന സെന്റൻസുകൾ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയും PSC ചോദിച്ചു. അപ്പൊ നോക്കിയേ, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്തിനകത്ത് തുടങ്ങുന്നതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്തിനകത്താ, ഒന്നിൽ നൗൺ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ING എന്ന് പറയും. നൗൺ അല്ലെങ്കിൽ എന്തെന്ന് പറയും? INGയിൽ തുടങ്ങിയാൽ അതിന് മുമ്പിലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട 2 പേരെ പഠിച്ചു. ഒന്ന് ഇൻസ്പൈറ്റ് ഓഫ്, രണ്ടാമത്തെ എന്തുവാ, ഡെസ്പൈറ്റ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദാ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദാ പ്രീവിയസ് ചോദിച്ചതാണ്. ഇതും ചോദിച്ചത് എന്താണ്, ഒരു LDC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. LDC ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ആ LDC ക്വസ്റ്റ്യൻ അത് ചോദിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നു, ഡാഷ് ബീയിങ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ്, ഹി ഫെയിൽഡ് ടു വിൻ ദ ടൂർണമെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോഴേ നിങ്ങൾ നോക്കിയപ്പോൾ 4 ഓപ്ഷൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷനിലാണ് നമുക്ക് കാര്യം ഇരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ ദോ, രണ്ടാമത്തെ ഓപ്ഷൻ ഈവൻ ദോ, മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഇൻസ്പൈറ്റ് ഓഫ്, നാലാമത്തെ ഓപ്ഷൻ എക്സ്പെക്ട് ഫോർ എന്നാ തന്നേക്കുന്നത്. ഇങ്ങനെ 4 ഓപ്ഷൻ PSC തന്നു. അപ്പൊ തന്ന ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് നോക്കിയപ്പോൾ എല്ലാവരും പഠിച്ചു വെച്ചേക്കുന്നത് ഒരു നൗൺ, ഡാഷ് കഴിഞ്ഞിട്ട് ഒരു നൗൺ വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പ്ലസ് വെർബ് വന്നു കഴിഞ്ഞാൽ, ഡാഷ് കഴിഞ്ഞ് സബ്ജക്റ്റ് പ്ലസ് വെർബ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കേണ്ടത് ദോ അല്ലെങ്കിൽ എന്തെന്ന് പഠിച്ചു, ഈവൻ ദോ എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചു അല്ലേ? അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചവര് നേരെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇവിടെ വന്നേക്കുന്നത് നൗൺ അല്ലല്ലോ, അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ സബ്ജക്റ്റും വെർബും അല്ല വന്നേക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് നൗൺ ആണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് ING ഫോം, ബീയിങ് എന്നാണ് അവിടെ വന്നേക്കുന്നത് അല്ലേ? ING ഫോം ആണ്. അപ്പോൾ INGയിൽ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ING വന്നപ്പോൾ അവിടെ വരേണ്ട ആൻസർ ഒരിക്കലും എന്തല്ല, ദോയല്ല. അടുത്തത് എന്താ, ഈവൻ ദോയല്ല. അടുത്തത് എന്താണ്, എക്സ്പെക്ട് ഫോർ അല്ല അല്ലെ? എക്സ്പെക്ട് ഫോർ എന്ന് അവർ ചുമ്മാ തന്നേക്കുവാണ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി. ഇവിടെ ഓഫ് ഉണ്ടായതുകൊണ്ട് അവിടെ പ്രിപ്പോസിഷൻ തന്നേക്കുന്നത് എന്താണ്, ഫോറൂടെ തന്നേ ഉള്ളൂ. അപ്പൊ അതും വരത്തില്ല. അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇൻസ്പൈറ്റ് ഓഫ്. അവിടുത്തെ ആൻസർ എന്താണ്, ഇൻസ്പൈറ്റ് ഓഫ് എന്നാണ് അവിടുത്തെ ആൻസർ. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് എന്താണ്, ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ്,
he failed to win the tournament. കണ്ടോ? അപ്പൊ പറഞ്ഞേക്കുന്നത് എന്താ? അവൻ ഏറ്റവും നല്ല പ്ലെയർ ആയിരുന്നിട്ടും, വേൾഡിലെ ലോകത്തിലെ ഏറ്റവും നല്ല പ്ലെയർ ആയിരുന്നിട്ടും he failed to win. ആയിരുന്നിട്ടും എന്നിട്ടും എന്താണ്? To win the tournament. എന്താണ്? ടൂർണമെന്റിൽ എന്താണ് പറഞ്ഞിട്ടുണ്ട്? ഫ്രണ്ട് അല്ലെ, വിൻ ദ ടൂർണമെന്റ് അല്ലെ, ടൂർണമെന്റിൽ എന്നിട്ടും വിജയിച്ചു എന്നുള്ള ഇതിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇൻസ്പൈറ്റ് ഓഫ് എന്നുള്ള അർത്ഥമാണ് അവിടെ വന്നേക്കുന്നത്, അല്ലയോ? അപ്പൊ അവിടെ ആൻസർ ഇൻസ്പൈറ്റ് ഓഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനും ചോദിച്ച പ്രീവിയസ് ആണ്. ഡാഷ് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺ, ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ എന്നാണ് വന്നേക്കുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യനും രണ്ടും സെയിം ആയിട്ടുള്ളതാണ്. നോക്കിയാൽ മതി. ഡാഷ് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ്, ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ. ഓപ്ഷൻ എ തന്നേക്കുന്നത് ഇൻസ്പൈറ്റ് ഓഫ്, ഓപ്ഷൻ ബി തന്നേക്കുന്നത് എന്താണ്? ഡെസ്പൈറ്റ്, ഓപ്ഷൻ സി തന്നേക്കുന്നത് ദോ, ഓപ്ഷൻ ഡി തന്നേക്കുന്നത് ബിക്കോസ് ഓഫ് എന്നാണ് തന്നേക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ ആൻസർ നിങ്ങൾക്ക് എളുപ്പം കണ്ടെത്താൻ കഴിയും. ഇവിടെ നോക്കിയാൽ മതി. ഡാഷ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഹാഡ് എന്ന് പറയുന്നത് വെർബ്. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് വന്നാൽ അവിടെ ഡാഷ് വരേണ്ടത്. ഡാഷ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻസ്പൈറ്റ് ഓഫ് വരത്തില്ല, ഡെസ്പൈറ്റ് വരത്തില്ല, ബിക്കോസ് ഓഫ് വരത്തില്ല. അവിടെ വരേണ്ട ആൻസർ ദോ അല്ലേ? അതേപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് വീണ്ടും PSC പ്രീവിയസ് ചോദിച്ചതാണ്. ഡാഷ് ഹെർ മിസ്ഫോർച്യൂൺസ്, ഡാഷ് ഹെർ മിസ്ഫോർച്യൂൺസ്, ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ എന്നാണ് വന്നിരിക്കുന്നത്. ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ എന്ന് ചോദിച്ചു. ഇതും ചോദിച്ചതാണ്. അപ്പം ഇവിടെയും ചോദിച്ചതാണ്. ഇത് അസിസ്റ്റന്റ് ഗ്രേഡിന് ചോദിച്ചതാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബെബ്കോ LDC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെബ്കോ LDC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ തന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയപ്പോൾ ഡാഷ് ഹെർ മിസ്ഫോർച്യൂൺ, ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ എന്ന് തന്നു. ദോയുണ്ട്, ഈവൻ ദോയുണ്ട്, ഡെസ്പൈറ്റ് ഉണ്ട്, ഇൻസ്പൈറ്റ് ഉണ്ട്. കണ്ടോ? ഇങ്ങനെ തന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഹെർ മിസ്ഫോർച്യൂൺ എന്നാ തന്നേക്കുന്നത്. അപ്പോൾ എന്തിനകത്താണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി ഒരു നൗണിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു നൗണിൽ സ്റ്റാർട്ട് ചെയ്തു. നൗണിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഒരിക്കലും ദോയും വരത്തില്ല, ഈവൻ ദോയും വരത്തില്ല, അവിടെ എന്തും വരത്തില്ല, ഇൻസ്പൈറ്റും വരത്തില്ല. എന്തായിരിക്കും ഇൻസ്പൈറ്റ് വരാത്തതിന് കാരണം? ഇൻസ്പൈറ്റ് കഴിഞ്ഞ് ഓഫ് ഉണ്ട്. ഇവിടെ ഓഫ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടുത്തെ ആൻസർ ഡെസ്പൈറ്റ്. കണ്ടോ? ചോദ്യകർത്താവ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് അവിടെ എന്താണ് ഓഫ് തരാതെ എന്താണ് ഇൻസ്പൈറ്റ് എന്ന് മാത്രം തന്നു. അപ്പൊ ഇൻസ്പൈറ്റ് ഓഫ് ഇല്ല. അപ്പോൾ അവിടുത്തെ ആൻസർ എന്താ? ഡെസ്പൈറ്റ്. അപ്പോൾ ആൻസർ കിട്ടി. ഡെസ്പൈറ്റ് ഹെർ മിസ്ഫോർച്യൂൺസ് ഷീ ഈസ് ഓൾവേസ് ചിയർഫുൾ. എന്നിരുന്നിട്ടും അല്ലെ അവൾ ചിയർഫുൾ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വന്നത്. ദാ നോക്കിക്കോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദാ നോക്കിക്കോളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. VOയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. VO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദാ പറയുന്നു. ഡാഷ് ദ റെയിൻ, ദ പ്ലേ കണ്ടിന്യൂഡ്. 4 ഓപ്ഷൻ നോക്കണം. ഓപ്ഷൻ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഇവിടെ എളുപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഡാഷ് ദ റെയിൻ, ദ റെയിൻ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു നൗൺ ആണ്. അപ്പോൾ ഇനി ആൻസർ നമുക്ക് പോകാൻ എളുപ്പമായി. എക്സ്പെക്ട് ഫോർ വരത്തില്ല, ഒരു പ്രിപ്പോസിഷൻ തന്നേക്കുന്നു. അടുത്ത എന്തുവാ? ബിക്കോസ് ഓഫ് വരുവോ? ഇല്ല. അടുത്ത എന്താണ്? വിത്ത് റിഗാർഡ് ടു വരുവോ? ഇല്ല. അപ്പം അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ്. ഇങ്ങനെ 2 രീതിയിലും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡാഷ് ദ റെയിൻ, ദ പ്ലേ കണ്ടിന്യൂഡ് എന്ന് വന്നപ്പോൾ അവിടെ നൗണിൽ ആരംഭിച്ചു. അങ്ങനെ ആവുമ്പോൾ എക്സ്പെക്ട് ഫോറും വരത്തില്ല, ബിക്കോസ് ഓഫും വരത്തില്ല, വിത്ത് റിഗാർഡ് ടു വരത്തില്ല. അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡെസ്പൈറ്റ്. അപ്പം ഡെസ്പൈറ്റ് ദ റെയിൻ, ദ പ്ലേ കണ്ടിന്യൂഡ്. മഴ പെയ്തിരുന്നിട്ടും എന്താണ്? കളി എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്രയും പറഞ്ഞത്. കേട്ടല്ലോ? PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ 6 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു. ഓക്കെ. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മൾ മുമ്പേ എന്താണ് ഒരു 6 ക്വസ്റ്റ്യനിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ളത് എത്രയും. അപ്പൊ ക്വസ്റ്റ്യൻ കുറവാണെന്ന് ആരും പറയരുത്. ക്വസ്റ്റ്യൻ കൂടുതൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ദാ നോക്കിക്കോളൂ. അസിസ്റ്റന്റ് ഗ്രേഡ്, അതും വെബ്കോ അസിസ്റ്റന്റ് ഗ്രേഡിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വെബ്കോയുടെ അസിസ്റ്റന്റ് ഗ്രേഡിന് ചോദിച്ച അടുത്ത ഡിഗ്രി ലെവൽ എക്സാം തന്നെയാണ്. ആ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ദാ നോക്കിക്കോളൂ. ടോം ഷുഡ് കംപ്ലീറ്റ് ഹിസ് വർക്ക് ആൻഡ് സോ ഡാഷ് യു. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ ക്വസ്റ്റ്യൻ ഒക്കെ, നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
അപ്പൊ ഇങ്ങനെ ചോദിച്ചു. ഡിഗ്രി ലെവൽ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി എന്താണ്, ബാക്കി രണ്ട് മെയിൻസ് വരുന്നതിനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ചോദിച്ചാൽ മതി. ഇതേ ഉള്ളൂ. ബെബ്കോ അസിസ്റ്റന്റ് ഗ്രേഡിന് ചോദിച്ചിട്ടുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദാ പറയുന്നു, ടോം ഷുഡ് കംപ്ലീറ്റ് ഹിസ് വർക്ക് ആൻഡ് സോ ഡാഷ് യു എന്നാ തന്നേക്കുന്നത്. 4 ഓപ്ഷൻ നോക്കി. ഷോൾ, രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഷോൾ. രണ്ടാമത്തെ ഓപ്ഷൻ കുഡ്. മൂന്നാമത്തെ ഓപ്ഷൻ മൈറ്റ്. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഷുഡ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് അവിടെ തന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, 4 ഓപ്ഷൻ തന്നപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ നോക്കുക, ടോം ഷുഡ് കംപ്ലീറ്റ് ഹിസ് വർക്ക് ആൻഡ് സോ ഡാഷ് യു. ആൻസർ കിട്ടുന്നവർക്ക് കിട്ടി കാണും, കിട്ടാത്തവർക്ക് കിട്ടിയില്ല. എന്താ കാരണം എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്, എഴുതിയെടുത്ത് പഠിക്കുക. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പറയുന്നത് മാത്രമല്ല, പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർത്തിരിക്കും, പിന്നെ ഓർക്കത്തില്ല. അതുകൊണ്ട് എഴുതിയിട്ട് തന്നെ പഠിക്കുക. പഠിക്കേണ്ട ടിപ്പ് ഇതാണ്. ആൻഡ് സോ ഉപയോഗിച്ച്, ആരെ ഉപയോഗിച്ചതാ? നമ്മൾ ആൻഡ് കേട്ടിട്ടുണ്ട്, സോയും കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ കേട്ടിട്ടില്ല ആൻഡ് സോ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് സോ ഉപയോഗിച്ച് 2 സെന്റൻസുകളെ ബന്ധിപ്പിക്കുമ്പോൾ, യോജിപ്പിക്കുമ്പോൾ. ആൻഡും കേട്ടിട്ടുണ്ട്, സോയും കേട്ടിട്ടുണ്ട്. രണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കാനും നമുക്കറിയാം. എന്നാൽ ആൻഡ് സോ എന്ന് വന്നു കഴിഞ്ഞാൽ ഉപയോഗിച്ച് 2 സെന്റൻസുകളെ ബന്ധിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ സെന്റൻസിലെ ആരെ, വെർബിനെ ആവർത്തിക്കുന്നതിന് പകരം ആദ്യ സെന്റൻസിലെ ആരെ കണ്ട് എഴുതിയാൽ മതി? ഓക്സിലറി വെർബിന് എഴുതിയാൽ മതി. ഉണ്ടോ? അന്നേരം പറഞ്ഞേക്കുന്ന ഇതാണ്, ആൻഡ് സോ ഉപയോഗിച്ച് 2 സെന്റൻസുകളെ ബന്ധിപ്പിക്കുമ്പോൾ, ആൻഡ് സോ ഉപയോഗിച്ച് 2 സെന്റൻസുകളെ ബന്ധിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ സെന്റൻസിലെ ആരെ, വെർബ് ആവർത്തിക്കുന്നതിന് പകരം, ഒന്നാമത്തെ സെന്റൻസിലെ വെർബ് ആവർത്തിക്കുന്നതിന് പകരം ആദ്യ സെന്റൻസിലെ ആരെ എഴുതുക? ആദ്യ സെന്റൻസിലെ ഓക്സിലറി വെർബിനെ എടുത്തെഴുതുക. ഇതാണ് ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആൻഡ് സോ ഉപയോഗിച്ച് 2 സെന്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ വാചകത്തിലെ വെർബിനെ എടുത്തെഴുതുന്നതിന് പകരം ആ വാചകത്തിലെ ആരെ കണ്ടെത്തുക? ഓക്സിലറി വെർബിനെ കണ്ടെത്തുക. ഒന്നുമില്ല, ആൻസർ നമുക്ക് ഇവിടെ കിട്ടിയെന്ന് വിശ്വസിക്കാം. ദാ പറയുന്നു, ആൻഡ് സോ ഉപയോഗിച്ച് 2 സെന്റൻസുകൾ. ടോം ഷുഡ് കംപ്ലീറ്റ് ഹിസ് വർക്ക്. ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ MV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ മെയിൻ വെർബ്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി, ഓക്സിലറി വെർബ് AV. ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആരാ? ഷുഡ്. അപ്പോൾ ഒന്നാമത്തെ വാചകത്തിലെ വെർബിനെ എന്ത് ചെയ്യുന്നതിന് പകരം, ആവർത്തിക്കുന്നതിന് പകരം ആരെ അവിടെ ചേർക്കുക? അവിടുത്തെ ഓക്സിലറി വെർബിനെ ചേർക്കുക. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഷുഡ്. അങ്ങനാണെങ്കിൽ ഇവിടെ ആൻസർ വരേണ്ടത് ഒരിക്കലും ഷോൾ വരത്തില്ല, കുഡ് വരത്തില്ല, മൈറ്റ് വരത്തില്ല. അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഷുഡ്. അപ്പോൾ ചോദ്യത്തിന് ആൻസർ ഇങ്ങനെ വന്നു, ടോം ഷുഡ് കംപ്ലീറ്റ് ഹിസ് വർക്ക് ആൻഡ് സോ ഷുഡ് എന്താണ്? യു. അത്രയും മാത്രമേ ഉള്ളൂ അതിന്റെ ആൻസർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ആൻഡ് സോ ഉപയോഗിച്ച് 2 സെന്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ വാചകത്തിലെ വെർബിനെ ആവർത്തിക്കാതെ ഒന്നാമത്തെ വാചകത്തിലെ ആരെ എടുത്തെഴുതുക? ഓക്സിലറി വെർബിനെ എടുത്തെഴുതുക. അപ്പൊ പഠിച്ചു കാണും. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഒരു LDC ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. LDC ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഹി വേസ്റ്റഡ് ഹിസ് ടൈം ആൻഡ് സോ ഡാഷ് യു. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു, അതും വെറൈറ്റി ആയിരുന്നു. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, വേറെയും റിപ്പീറ്റ് ചെയ്തു. PSCക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കി. ഹി വേസ്റ്റഡ് എന്താണ്? ഹി വേസ്റ്റഡ് ഹിം എന്താണ്? ഹിസ് ടൈം അല്ലേ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹിസ് ടൈം, ഹിം ടൈം അല്ല, ഹിസ് ടൈം അല്ലേ അവിടെ തന്നേക്കുന്നത്. എസ് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചു. ഹി വേസ്റ്റഡ് ഹിസ് ടൈം ആൻഡ് സോ ഡാഷ് യു. 4 ഓപ്ഷൻ തന്നേക്കുന്നു. ഹിസ് ആണ്, ഓർത്ത് വെച്ചേക്കുക, ഹിസ് ആണ്. ഓക്കെ, അവിടെ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ് ആണ്, ഓർത്ത് വെച്ചേക്കുക, ഹിസ് ടൈം. ഓക്കെ, ഇനി എന്താണ്? ആൻഡ് സോ ഡാഷ് യു എന്നാ തന്നേക്കുന്നത് അല്ലേ? സോ ഡാഷ് യു എന്ന് തന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഓപ്ഷൻ എ തന്നേക്കുന്നത് ഡു, ഓപ്ഷൻ ബി തന്നേക്കുന്നത് മസ്റ്റ്, ഓപ്ഷൻ സി തന്നേക്കുന്നത് ഡിഡ്, ഓപ്ഷൻ ഡി തന്നേക്കുന്നത് ഷുഡ്. നേരെ എല്ലാവരും പോകും. ആൻഡ് സോ ഉപയോഗിക്കുമ്പോൾ അതിനകത്തെ മെയിൻ വെർബ് റിപ്പീറ്റ് ചെയ്യേണ്ട, അവിടെ ഓക്സിലറിയെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ആരാ? വേസ്റ്റഡാ.
ഇവിടുത്തെ മെയിൻ വെർബ് ആരാണ്? വേസ്റ്റഡ് ആണ്. അപ്പോൾ വേസ്റ്റഡ് എന്ന് പറയുന്നതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആളാണ് അവിടുത്തെ ഓക്സിലറി എന്ന് പറയുന്നത്. അല്ലെ, V2 ആണ് ആ പറയുന്ന ആള്. V2നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡിഡ് പ്ലസ് V1 ആണ്. അങ്ങനെയാണെങ്കിൽ വേസ്റ്റഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും ഡിഡ് പ്ലസ് എന്തെന്ന് കിട്ടും? വേസ്റ്റ് എന്ന് കിട്ടും. അപ്പോൾ അവിടുത്തെ ആൻസർ വന്നു ഹി വേസ്റ്റഡ് ഹിസ് ടൈം ആൻഡ് സോ ഡാഷ് യു. ഒരിക്കലും ഡു വരത്തില്ല. V2നെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഓക്സിലറി വന്നു. മസ്റ്റ് വരത്തില്ല, ഷുഡ് വരത്തില്ല. അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡിഡ്. ഓക്കെ, കാര്യം കത്തി എന്ന് വിചാരിക്കുന്നു. ഇവിടെ മെയിൻ വെർബ് മാത്രമാണ്, ഓക്സിലറി അവിടെ ഹൈഡ് ചെയ്തിരിക്കുവാണ്. അതുകൊണ്ടാണ് അവിടെ ആരെ വെളിയിലെടുത്തത്? V2നെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡിഡ് പ്ലസ് എന്തെന്ന് വന്നു? വേസ്റ്റ് എന്ന് വന്നു. അപ്പോൾ അവിടുത്തെ ആൻസർ, അവിടുത്തെ ഓക്സിലറി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഡിഡ് ആയിരിക്കും. അവിടെ വീണ്ടും വേസ്റ്റഡ് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ആൻഡ് സോ ഉപയോഗിച്ച് രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ സെന്റൻസിലെ വെർബിനെ ആവർത്തിക്കുന്നതിന് പകരം ആദ്യ സെന്റൻസിലെ ആരെ എടുത്തെഴുതുക? ഓക്സിലറി വെർബിനെ എടുത്തെഴുതുക. ഓക്കെ, അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നമ്മൾ പ്രിപ്പോസിഷൻ നമ്മളുടെ എന്താണ് ഇവിടുത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രിപ്പോസിഷൻ്റെ കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം പ്രീവിയസ് പ്രിപ്പോസിഷൻസിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു എന്താണ് കോഡ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം നമുക്ക് ആ കോഡിലേക്ക് പോകാം. മൈ ഫാദർ നെവർ ഷോഡ് ഇറ്റ് ഫുൾ സ്റ്റോപ്പ് if he was disappointed dash me. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നേക്കുന്നത് ഇതാണ്, മൈ ഫാദർ നെവർ ഷോഡ് ഇറ്റ് ഇഫ് ഹി വാസ് ഡിസപ്പോയിന്റഡ് ഡാഷ് മീ. ഓപ്ഷൻ എ തന്നേക്കുന്നു അറ്റ്, ഓപ്ഷൻ ബി തന്നേക്കുന്നു എബൌട്ട്, ഓപ്ഷൻ സി തന്നേക്കുന്നു വിത്ത്, ഓപ്ഷൻ ഡി തന്നേക്കുന്നു ഓഫ്. താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഡിഗ്രി ലെവൽ എക്സാമിന് മാത്രമല്ല ബാക്കി എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുണ്ട് ഫിക്സഡ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അല്ലേ, ഫിക്സഡ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് എഗ്രി, വിത്ത്, അറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയോട് ചേർന്ന് വരുന്ന കേസുകൾ പഠിക്കാനുണ്ട്. ഒരു എന്താണ് എല്ലാം കൂടെ പറയുവാണെങ്കിൽ ഒരു 25-30 എണ്ണം നമുക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പല എക്സാമുകൾക്ക്, ഒത്തിരി എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടായിരുന്നു ഇത് പറയുന്നത്. നമുക്കിവിടെ എന്താണ് അങ്ങനെ ഒത്തിരിയും ക്വസ്റ്റ്യൻ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് അരമണിക്കൂറുള്ള ഒരു ചലഞ്ചാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ അതിനകത്തുനിന്ന് ചെയ്തു പോവുക എന്നുള്ളത് മാത്രമുള്ള ആണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മൊത്തം പ്രിപ്പോസിഷൻസിനെ പറ്റിയും നമുക്ക് അതിൻ്റെ യൂസേജിനെ പറ്റിയും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു എന്താണ് കോഡ് പറഞ്ഞു തരാം. ഈ ആൻസർ കണ്ടുപിടിക്കാൻ ഇനി ഒരിക്കലും മറന്നു പോകാതിരിക്കാനുള്ള ഒരു കോഡ് കൂടെ പറഞ്ഞു തരാം. കോഡ് ഇതാണ്. അപ്പോൾ ഫിക്സഡ് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ടുള്ള കോഡ് ഇതാണ്. വാടാ വിത്ത് എന്താണ് പേഴ്സൺ. വാടാ കണ്ടോ, വാടാ വിത്ത് പേഴ്സൺ. വാടാ 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 പേഴ്സ വാടാ എന്നും പറഞ്ഞ് നമുക്ക് പഠിക്കാം, അല്ലയോ? അപ്പം അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് വാടാ വിത്ത് എന്താണ് പേഴ്സൺ. വാടാ എന്ന് പറഞ്ഞു, എന്നിട്ട് എന്താണ് വിത്ത് പേഴ്സൺ. ഓർത്തു വെച്ചാൽ മതി. അപ്പൊ അത് ഏറ്റവും വലിയൊരു കോഡാണ്. നമുക്ക് ഇതുവരെയും ഒത്തിരി എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു 18-19 എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രിപ്പോസിഷൻ പാർട്ടിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്നത്. അപ്പൊ വാടാ വിത്ത് പേഴ്സൺ എന്ന് പറയും. വാടാ വിത്ത് പേഴ്സൺ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ടൈം ഇല്ല, കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് വാടാ സ്ക്വയർ കണ്ടോ, വാടാ വി, പിന്നെന്താണ് അടുത്തത് എ, അടുത്ത എന്താണ് ഡി, അടുത്ത എന്താണ് ഡി, അടുത്ത എന്താണ് എ. ഇനി നമ്മൾ മണ്ടയ്ക്ക് കൊടുത്തു സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഡാഷ് കഴിഞ്ഞ് പേഴ്സൺ ആണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് എന്തെന്നാണ്? വിത്ത് എന്നാണ്. കണ്ടോ, ഇതാണ് ആ കോഡിന്റെ അർത്ഥം. അപ്പൊ എന്താണ് വാട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്സഡ്, VEXED എന്ന് പറയും, അല്ലയോ? രണ്ടാമത്തത് നോക്കി, എന്താണ് എ എന്ന് പറഞ്ഞാൽ? എന്താണ് എ എന്ന് പറഞ്ഞാൽ ആംഗ്രി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൽ. അടുത്ത ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസപ്പോയിന്റഡ്. അടുത്തത് നിങ്ങൾ നോക്കണം, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അനോയ്, അതുപോലെ തന്നെ എഗ്രി. ഇവര് വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് ശേഷം ഒരു ഡാഷും പിന്നെ എന്തുവാണ് വരുന്നതെങ്കിൽ പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ, ഇവയ്ക്ക് ശേഷം ഒരു പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിത്ത് ആയിരിക്കും. അതാണ് വാടാ സ്ക്വയർ എന്താണ് വിത്ത് പേഴ്സൺ എന്ന് പറയുന്നത്. വാടാ സ്ക്വയർ വിത്ത് പേഴ്സൺ എന്ന് പറഞ്ഞേക്കുന്നതിന് കാരണം ഏറ്റവും കൂടുതൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു പാർട്ട് തന്നെ ആയിരുന്നു ഈ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് വെക്സഡ് ഉണ്ടോ കൊടുത്തിട്ടുണ്ട്, അല്ലയോ? ദേഷ്യം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത നോക്കി എഗ്രി, സോറി ആംഗ്രി എന്നാണ് തന്നേക്കുന്നത്. എഗ്രി അല്ല, ആംഗ്രി. ആംഗ്രി ദേഷ്യപ്പെടുക എന്നുള്ള അർത്ഥമാണ് അതും പറയുന്നത്. ഡീൽ
കേട്ടിട്ടുണ്ട് അല്ലേ, ഡീൽ ചെയ്യുന്ന കേസുകൾ. അടുത്ത എന്താണ്? ഡിസപ്പോയിന്റഡ്, നിരാശ. അടുത്ത എന്തുവാണ്? അനോയ്, അല്ലയോ? അനോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെയും അർത്ഥം എന്താണ്? ദേഷ്യം എന്നുള്ള അർത്ഥമാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് എന്താണ്? എഗ്രി. ഈ പറയുന്ന വാക്കുകൾ ഇത്രയും വന്നു, അതിനുശേഷം ഡാഷും വന്നു. ഡാഷിന് ശേഷം വരുന്നത് ഒരു പേഴ്സൺ ആണെങ്കിൽ, ഒരു വ്യക്തി ആണെങ്കിൽ അവിടെ എന്തായിരിക്കണം? വിത്തായിരിക്കണം. അപ്പൊ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇതാണ് വെക്സഡ് വിത്ത് പേഴ്സൺ അല്ലെ, അതുപോലെ തന്നെ എന്താ? ആംഗ്രി വിത്ത് പേഴ്സൺ, അതുപോലെ തന്നെ ഡീൽ വിത്ത് പേഴ്സൺ, അതുപോലെ തന്നെ ഡിസപ്പോയിന്റഡ് വിത്ത് പേഴ്സൺ, അതുപോലെ തന്നെ അനോയ് വിത്ത് പേഴ്സൺ, അടുത്തത് എഗ്രി വിത്ത് പേഴ്സൺ. ഇവർ ഇത്രയും വന്നു കഴിഞ്ഞ് ഡാഷ് കഴിഞ്ഞ് പേഴ്സൺസ് വന്നാൽ അവിടെ എന്തായിരിക്കും? വിത്തായിരിക്കും. എന്നാൽ എല്ലാ കേസിലും വരുത്തില്ല. ശ്രദ്ധിച്ചോണം, ശ്രദ്ധിച്ചു പഠിക്കണം. ഈ പറയുന്നത് ഡാഷ് കഴിഞ്ഞിട്ട് പേഴ്സൺ ആണോ എങ്കിൽ മാത്രം, ഞാൻ പറഞ്ഞു തന്നെന്നും പറഞ്ഞ് എല്ലായിടവും ഇത് കണ്ടിട്ട് ഈ വാക്കുകൾ കണ്ടിട്ട് കൊണ്ടുപോയി വിത്തടിച്ച് വെക്കരുത്. ദൈവത്തെ ഓർത്ത് പറയുന്ന ഒരു കേസ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, ഡാഷ് കഴിഞ്ഞ് പേഴ്സൺ ആണെങ്കിൽ മാത്രമേ ഈ ആൻസർ നമുക്ക് കൊടുക്കാവൂ. ബാക്കി അവിടെ ചിലപ്പം എന്താണ്? ചിലപ്പം സംതിങ് എന്നൊക്കെ ഉള്ള അർത്ഥം വരാം. വന്നു കഴിഞ്ഞാൽ അവിടെ വിത്തായിരിക്കത്തില്ല. ആദ്യം അത് പറയാം. അപ്പൊ ഓർത്ത് വെച്ചേക്കേണ്ടത്, കൂടുതൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഡിലേക്ക് പോയത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്നത് എന്താണ്? വിത്ത്. അപ്പം ഫിക്സഡ് പ്രിപ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. വാഡ സ്ക്വയർ വിത്ത് പേഴ്സൺ. അപ്പം ഈ പറയുന്ന വെക്സഡ്, ആംഗ്രി, ഡീൽ, ഡിസപ്പോയിന്റഡ്, അനോയ്, എഗ്രി ഇവ കഴിഞ്ഞ് ഡാഷ് വന്ന ഒരു പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് വിത്ത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. മൈ ഫാദർ നെവർ എന്താണ്? ഷോഡ് ഇറ്റ് ഫുൾ സ്റ്റോപ്പ് ഇഫ് ഹി വാസ് ഡിസപ്പോയിന്റഡ്. നടക്കുന്ന വാക്ക് ഡിസപ്പോയിന്റഡ് അല്ലയോ? ഡിസപ്പോയിന്റഡ് ഡാഷ് മീ എന്ന് തന്നു. ഇനി കണ്ണും പൂട്ടി നമുക്ക് പോവാം. ഇവിടെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. പേഴ്സൺ, മീ, എൻ്റെ അടുത്താണ് ഡിസപ്പോയിന്റഡ് ആയത്. അപ്പൊ പേഴ്സൺ ആണെങ്കിൽ മാത്രം ഈ പറയുന്ന വാഡ സ്ക്വയറിനോടൊപ്പം ആരെ ഉപയോഗിക്കാം? വിത്തിനെ ഉപയോഗിക്കാം. കണ്ണും പൂട്ടി നമുക്ക് ആൻസറിലേക്ക് പോകാം. അറ്റും പോയി, എബൌട്ടും പോയി, ഓഫും പോയി. അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ വിത്ത്. ഓക്കെ, പേഴ്സൺ ആണെങ്കിൽ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, വേറെ എക്സെപ്ഷൻ കേസുകൾ ഉണ്ട് ബാക്കി താഴോട്ടുള്ളത്, അവിടെ വേറെ പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോളൂ. ഐ ആം വെക്സഡ് ഡാഷ് ഹിസ് ഫ്രണ്ട്. ഐ ആം വെക്സഡ് ഡാഷ് ഹിസ് ഫ്രണ്ട്. അറ്റുണ്ട്, എബൌട്ട് ഉണ്ട്, വിത്ത് ഉണ്ട്, ഓഫ് ഉണ്ട്. LDC മലപ്പുറം ചോദിച്ചതാണ്. LDC മലപ്പുറം ചോദിച്ചു. നോക്കിക്കോളൂ, ആ ഹിസ് ഫ്രണ്ട് എന്താന്ന് പറയുന്നത്? ഹിസ് ഫ്രണ്ട് എന്ന് പറയുന്ന ആരാ? ഒരു പേഴ്സണാ, അവന്റെ കൂട്ടുകാരൻ എന്നുള്ള അർത്ഥമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയും നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. മറ്റ്, എബൌട്ട് അല്ല, ഓഫും അല്ല. അവിടുത്തെ ആൻസർ എന്താണ്? വിത്ത്. അപ്പം വാഡ സ്ക്വയർ വിത്ത് പേഴ്സൺ. ഓക്കെ, ഇനി ഇതിന്റെ എക്സെപ്ഷൻ കേസ് ഉണ്ട്, ഓർത്ത് വെച്ചേക്കോ. പേഴ്സൺ ആണെങ്കിൽ മാത്രമേ ഈ പറയുന്ന എന്താണ് 6 വാക്കുകളോടൊപ്പം ആരെ ഉപയോഗിക്കാവൂ? വിത്തിനെ ഉപയോഗിക്കാവൂ. ഓക്കെ.